الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. ബഹുമാനികളായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കാരുണ്യവാനായ പടച്ചറബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഇരുലോക വിജയത്തിനായി കരുണാമയനായ പടച്ചറബ് നമുക്ക് സംവിധാനിച്ച ദീനുൽ ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിക്കുവാനും ഈമാനോടുകൂടി മരണം പുൽകുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യൻ എന്ന നിലയിൽ ഹ്രസ്വമായ ഒരു കാലം നമുക്ക് ഈ ഭൂമിയിൽ അനുവദിച്ചു തന്നിട്ടുണ്ട്. 4-ാം മാസം നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാനും നിങ്ങളും കഴിഞ്ഞുകൂടിയൊരു ദിവസം അന്ന് നിശ്ചയിച്ചു എന്നാണ് ഹദീസുകൾ ബോധ്യപ്പെടുത്തുന്നത്. ഇയാളുടെ ജീവിതത്തിൻ്റെ സൗഭാഗ്യം, അയാളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന സുഖ ദുഃഖങ്ങൾ, പരീക്ഷണങ്ങൾ, പിന്നെ അയാളുടെ മരണം വ്യവസ്ഥാപിതമായി കൃത്യമായി റബ്ബിൻ്റെ ഗ്രന്ഥത്തിൽ, അവൻ്റെ കിതാബിൽ, അവൻ്റെ രേഖയിൽ നമ്മളെക്കുറിച്ചൊക്കെ എല്ലാം രേഖപ്പെടുത്തി കൃത്യമായ ഒരു സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റഹ്മാനായ റബ്ബ് ഇത് നിയന്ത്രിക്കുന്നു. ഈ ജീവിതം നമുക്ക് ദാനമായി തന്ന് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ തരുന്ന അനുഗ്രഹങ്ങൾ എണ്ണാനാകില്ല എന്ന് ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് അതിന് കൃത്യത കിട്ടില്ല. എനിക്കിത്ര അനുഗ്രഹമാണ് അള്ളാഹ് തന്നത് എന്നൊരാൾക്ക് പറയാനാകില്ല എന്നാണ്. കടൽ തീരത്തെ മണൽത്തരി പോലെ, കടലിൻ്റെ തിര പോലെ, വൃക്ഷങ്ങളുടെ ഇല പോലെ അത് എണ്ണിത്തീർക്കാൻ, അല്ലെങ്കിൽ മാനത്തെ താരകങ്ങൾ പോലെ മനുഷ്യൻ അസാധ്യമാണ്. അതുകൊണ്ട് ചില നിയമങ്ങൾ, ചില വ്യവസ്ഥകൾ ഒക്കെ അള്ളാഹു നമുക്ക് തന്നു. അതെന്തിനെന്ന് ചോദിച്ചാൽ നമ്മുടെ അഭിമാനം കാക്കാൻ, നമ്മുടെ ഇസ്സത്ത് കാക്കാൻ, നല്ല ഒരു സംവിധാനത്തോടു കൂടി നമ്മൾ ജീവിക്കാൻ,
മനുഷ്യന്റെ മാന്യതയെ പുൽകാൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ലിബാസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ വസ്ത്രം എന്ന് പറയുന്ന ഒരു സംവിധാനം പടച്ചോൻ നമുക്ക് തന്നതാണ്. അതിന് അള്ളാഹ് തന്നെ നിയമങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും അവ്യക്തതയുണ്ടെങ്കിൽ അത് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് തന്നിട്ടുമുണ്ട്. സൗന്ദര്യമാണ് മനുഷ്യന്റെ വസ്ത്രം, വ്യക്തിത്വമാണ് മനുഷ്യന്റെ വസ്ത്രം. ദാമ്പത്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഖുർആൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. വളരെ മനോഹരമായൊരു ഉദാഹരണമാണ്. ആരാ നിങ്ങളെ ഭാര്യമാർ? അവർ നിങ്ങളുടെ വസ്ത്രമാണ്. നിങ്ങൾക്കവരാരാണ്? നിങ്ങൾ അവരുടെയും വസ്ത്രമാണ്. വസ്ത്രത്തോട് ജീവിതത്തെ, ദാമ്പത്യത്തെ ഉപമിച്ചപ്പോ അതിന്റെ വ്യാഖ്യാനത്തിന്റെ അനന്ത സാധ്യതകൾ തേടുമ്പോ ഏറ്റവും ശരീരത്തോട് ഒട്ടി നിൽക്കുന്നത് വസ്ത്രമാണ്. ദാമ്പത്യം അങ്ങനെ ആകണമെന്നാണ്. നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അടയാളപ്പെടുത്തുന്നത് വസ്ത്രത്തിലാണ്. ദാമ്പത്യം അങ്ങനെ ആകണമെന്നാണ്. നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ന്യൂനതകളുണ്ട് അത് മറച്ചു വെക്കുന്നത് വസ്ത്രമാണ്. ദാമ്പത്യം അങ്ങനെ ആകണമെന്നാണ്. ന്യൂനതകൾ പർവ്വതീകരിക്കുക എന്നുള്ളത് വിജയകരമായൊരു ദാമ്പത്യത്തിന്റെ ലക്ഷണം അല്ലല്ലോ. ഖുർആന്റെ ഉപമ ഒരിക്കലും തെറ്റിപ്പോകൂല. കൊതുകിനെ ഉപമ പറയാൻ അള്ളാഹുവിന് ലജ്ജയില്ല. ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഉദതൻ ഫമാ ഫൗഖഹാ. കൊതുകിന്റെ ഉപമ പറയുമ്പോൾ വിശ്വാസിയുടെ ഉള്ളകം പുളകം കൊള്ളും. അവൻ പറയും ഇതൊക്കെ അത്ഭുതകരമാണ്. അതവിടെ അടിയുറച്ച് വിശ്വസിക്കും. ആ വിശ്വാസി പറയും മാദാ അറാദല്ലാഹു ബിഹാദാ മസല. എന്തിനാ ഇങ്ങനത്തെയൊക്കെ ഉദാഹരണങ്ങൾ? ഒരു കൊതുകിന്റെ ഉദാഹരണം പറയാൻ ഒരു വിശുദ്ധ ഗ്രന്ഥമോ? ഈച്ചയുടെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടല്ലോ ഖുർആൻ. നിങ്ങൾ വിളിച്ചു തേടുന്ന ശക്തികൾക്ക്, വ്യക്തികൾക്ക് ഒരു ഈച്ചയെ പടക്കാനാകില്ലെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ദുർബലമായ വീടിന്റെ ഉപമ പറഞ്ഞപ്പോ എട്ടുകാലിയുടെ പേര് ഖുർആൻ അൻകബൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, ഒരധ്യായം തന്നെ കാണാം. നംല് എന്ന, ഉറുമ്പ് എന്ന പദം കൊണ്ട് അതിന്റെ അത്ഭുതങ്ങൾ അള്ളാഹു വരച്ച് കാണിക്കുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മനോഹരമായ ചരിത്രം പറയുന്നുണ്ട് ഖുർആൻ. പറഞ്ഞു വന്നത് ജീവിതവും വസ്ത്രവും വല്ലാത്ത ബന്ധമാണ്. അത് അള്ളാഹ് നിശ്ചയിച്ചതാണ്. പുതിയ കാലത്ത് ചർച്ചകൾ, അഭിപ്രായങ്ങൾ, എതിരഭിപ്രായങ്ങൾ, സ്വാതന്ത്ര്യങ്ങൾ, ആർക്കൊക്കെയോ കാണുമ്പോൾ പേടി തോന്നുന്നു എന്നൊക്കെ തുടങ്ങുന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ വ്യാപകമായി മീഡിയകൾ അരങ്ങ് തകർക്കുന്ന കാലമാണ്. പക്ഷെ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മളെ കുടുംബം, നമ്മൾ അറിയേണ്ട ചില സംഗതികളുണ്ട്. പാളിച്ച പറ്റിയത് എവിടെയാണ് എന്ന് ഓർക്കേണ്ട കുറെ സംഗതികളുണ്ടല്ലോ ഈ വിഷയത്തിൽ. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സ്വിൻഫാനി മിൻ അഹ്ലിന്നാർ, രണ്ട് കൂട്ടർ നരകത്തിലാണ്. ലമ്മറഹും ഖൗമുൻ മഅഹും സിയാത്തുൻ കഅദ്നാബിൽ ബഖർ യദ്രിബൂന ബിഹന്നാസ്. അതങ്ങനെ ഒരു കൂട്ടക്കാരെ പറഞ്ഞു. പിന്നെ ഇതിൽ പറയുന്നത് വനിസാഉൻ കാസിയാത്ത്, കുറെ പെണ്ണുങ്ങൾ, അവർ വസ്ത്രം ധരിച്ചു. ഷാരിയാത്ത്, എന്നിട്ടും നഗ്നകളാണ്. മുമീലാത്തുൻ മായിലാത്തുൻ, ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നു. റുഹൂസഹുന്ന കഅസ്നിമത്തിൽ ബുഖ്ത്, അവരുടെ തല ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ. ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കെന്താണെന്നറിയോ? ലാ യദ്ഖുൽനൽ ജന്ന, ആ സ്ത്രീകൾ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ യജിദ്ന റിഹഹാ, അതിന്റെ മണം പോലും അവർക്ക് ലഭ്യമല്ല. സ്വർഗത്തിൽ കടക്കൂല എന്നല്ല, അതിനൊരു സുഗന്ധമുണ്ട് സ്വർഗത്തിന്. അത്തർ കച്ചവടക്കാരൻ കുറെ ദൂരത്തായിരിക്കാം, പക്ഷേ അതിന്റെ ഗന്ധം ഇങ്ങനെ നാസാധാരങ്ങളിലൂടെ താരാട്ട് പാടിയിട്ട് നമുക്കൊരു മനസ്സിന് കുളിര് പകരുന്നുണ്ടാകണം. അവിടെ ഇതിന്റെ ഗന്ധം വരൂല എന്ന് മാത്രല്ല, എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, ലയൂജദു മിൻ മസീറതി കദാ വകദാ, അതിന്റെ ഗന്ധം
അത് തന്നെ ഒരുപാട് ദൂരത്തേക്ക് എത്തും. കഥാവ കഥ, ഒരുപാട് ദൂരത്തതിൻ്റെ ഗന്ധത്വം അതുപോലും ആസ്വദിക്കാൻ അവർക്ക് കഴിയില്ല എന്നാണ്. ആരെക്കുറിച്ചായി പറയുന്നത്? കടപ്പറ പങ്കിടുന്ന സഹധർമ്മിണിയെ കുറിച്ചാണ്. ആരെക്കുറിച്ചായി പറയുന്നത്? ജീവിതത്തിൽ നമ്മൾ അന്നം നൽകുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രായപൂർത്തിയായ പെൺമക്കളെ പറ്റിയാണ്. ഒരേ ഉദരത്തിൽ നിന്ന് വന്ന ഉദരിയെക്കുറിച്ചാണ്, സഹോദരിയെക്കുറിച്ചാണ്. ഖുർആൻ അല്ലെങ്കിൽ പുണ്യ നബിയുടെ വാക്ക് ഒന്നും വെറുതെ ആവൂല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വെറുതെ ഒരു വാക്ക് റസൂലുള്ളാഹി പറയൂല എന്നാണ്. വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവിടുന്ന് മൊഴിയുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നജ്മ് സൂറത്തിൽ കാണാൻ പറ്റുന്ന ഒരായത്തല്ലേ ഖുർആൻ. അതുകൊണ്ടാ പറഞ്ഞ യാ അയ്യുഹൻ നബിയ്യ്, ഓ പ്രവാചകരെ, ഖുൽ, താങ്കൾ പറയണം, ലിഅസ്വാജിക, നിങ്ങളെ ഭാര്യമാരോട് പറയണം, വബനാതിക, നിങ്ങളെ പെൺമക്കളോട് പറയണം, വനിസാഇൽ മുഅ്മിനീന, വിശ്വസിച്ച സ്ത്രീകളോടും പറയണം, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മൂടുപടങ്ങൾ അവർ താഴ്ത്തിയിടണം എന്നവരോട് പറയണം. ذلك أدنى ألا يعرفنا, ذلك أدنى أن يعرفنا, അവർ തിരിച്ചറിയാനത് നല്ലതാണ്. ഫലാ യുദൈന, ഒരു തരത്തിലും അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ. വകാന അല്ലാഹു ഗഫൂറർ റഹീമാ, അല്ലാഹു പൊറുക്കുന്നവനാണ്, അല്ലാഹു കരുണ ചൊരിയുന്നവനാണ്. അഹ്സാബ് സൂറത്തിലെ 59-ാമത്തെ ആയത്താണ്. സമാനമായിട്ട് നൂറ് സൂറത്തില് മറ്റൊരു രീതിയിൽ അത് പറയുന്നുണ്ട്. ഫൽയദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, ആ സ്ത്രീകൾ അവരുടെ മുഖമക്കനകൾ അവരുടെ മാർവിടങ്ങളിലൂടെ താഴ്ത്തിയിടട്ടെ. ഖുർആന്റെ ആയത്താണ്. എത്ര ഇത് സാധിക്കുന്നു എന്ന് നമ്മൾ വെറുതെ ആലോചിച്ചാൽ മതി. വീട്ടിലെ ജീവിതമല്ല ഈ പറയുന്നത്. ഒരു പുറം ലോകത്തിറങ്ങുമ്പോൾ, ഒരു അന്യ പുരുഷന്റെ കൂടെ അല്ലെങ്കിൽ അന്യ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ദീനിൽ വന്ന നിഷ്കർഷിതമായ നിയമം അത് കാറ്റിൽ പറത്താൻ വിധിക്കപ്പെട്ട ഒരു സമുദായത്തിന് അല്ലാഹു പരീക്ഷണങ്ങളുടെ മേൽ പരീക്ഷണങ്ങൾ ഒന്നൊന്നായി തരിക, പറ്റൊന്നുമല്ല. ഖുർആൻ ഒരായത്തിലൂടെ അല്ലാഹു പറയുന്ന ഒരു സംഗതിയുണ്ട്. മോ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് അനുവദമല്ല കേട്ടോ. വലമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹുവും റസൂലും ഒരു കാര്യം നിങ്ങൾക്ക് വിധി പറഞ്ഞാൽ, ഖളാ എന്ന് പറഞ്ഞാൽ വിധിച്ചു, തീരുമാനായി. പിന്നെ നിങ്ങൾക്ക് അനുവാദമല്ല, അയ്യക്കൂ, നിങ്ങൾക്ക് പാടില്ല, അയ്യക്കൂനലഹും, നിങ്ങൾക്ക് ഉണ്ടാവുക, അൽ ഖിയറതു മിൻ അംരിഹിം, അവരുടെ കാര്യങ്ങളിൽ സ്വതന്ത്രമായ ഒരു അഭിപ്രായം. അഹ്സാബ് സൂറത്തിലെ 36-ാമത്തെ ആയത്താണ്. എത്ര നിയമങ്ങളുണ്ട് ദീനില്. നമ്മൾ പറയും ആ നിയമം അത്ര പോരാ, അതങ്ങനെ എനിക്കത് യോജിക്കാൻ കഴിയുന്നില്ല, ആ ഒറ്റ വാക്കോടുകൂടി പടിക്ക് പുറത്താ. പേരൊക്കെ നല്ല പേരായിരിക്കാം, മേൽവിലാസങ്ങൾ ഉണ്ടാകാം, പക്ഷേ ഈ ദീനിന്റെ കാതലായ തലം എന്തെന്ന് ചോദിച്ചാൽ അള്ളാന്റെ വചനമാണ്, അവന്റെ വിശുദ്ധ നബിയുടെ വചനമാണ്. അയ്യകൂന ലഹുമുൽ ഖിയറ. നാട്ടിൽ എന്തൊക്കെ നടന്നു? ലിബറലിസം എന്ന പേര്, ഓമന പേരിട്ട് എന്തൊക്കെയോ നമ്മളെ കുടുംബത്തിലേക്ക് കയറി വന്നു, നമ്മളറിഞ്ഞില്ല. ഒരുപാട് സംഗതികൾ, ചെറുതും വലുതുമായ ഒരുപാട് സംഗതികൾ. അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും അത്രയൊന്നും പ്രശ്നമുള്ള കാര്യമല്ല അത് എന്ന് നമുക്ക് തോന്നി തുടങ്ങി. അതൊരു മതത്തിന്റെ പേരാണ് ഒരർത്ഥത്തിൽ, പക്ഷെ അതിന് സ്ഥാപകൻ ഉണ്ടാകില്ല, അതിന് മേൽവിലാസം ഉണ്ടാകില്ല. അതൊരു ചിന്താധാരയായിട്ട് നമ്മളെ പിടിമുറുക്കുന്നു. അതിന്റെ ഭാഗമാണ് ആണും പെണ്ണും ഒരേ വേഷം ധരിച്ചാൽ വല്ലാത്തൊരു പുരോഗതി നാട്ടിൽ സംജാതമാകും. അല്ലെ? പുരോഗതിയുടെ പടവാതിലിലൂടെ, അതിന്റെ പടിവാതിലിലൂടെ പെണ്ണങ്ങനെ ഉയർന്നു പോവുകയാണ്. എന്താ? ഓൾ ആണിന്റെ കോലം കെട്ടി, അത്രേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോഴേക്കും മീഡിയകൾ അച്ചുനിരത്തി, ക്യാമറകൾ ഇങ്ങനെ ഒപ്പിയെടുത്തു, ആണിന്റെ അതേ കോലം കെട്ടി. നമുക്ക് അഭിമാനം തോന്നാൻ തുടങ്ങി. പരിശുദ്ധ പ്രവാചകന്റെ ഹദീസുകൾ പരതുമ്പോ അവിടത്തോട് ദുആ ചെയ്യാൻ പറഞ്ഞു. ഒരിക്കൽ സഹാബിമാര് വന്നിട്ട്, നബിയേ, ഞങ്ങൾക്ക് വിഷമമാണ്, ഞങ്ങൾക്ക് പ്രയാസമാണ് നബിയേ, ഈ മുശ്രിക്കുകൾ ഞങ്ങളെ ഉപദ്രവിക്കുന്നു, അതുകൊണ്ട് നിങ്ങളൊന്ന് അവർക്കെതിരെ അള്ളാഹുവിനോട് ദുആ ചെയ്യുമോ? ആ നേരത്തെ പറഞ്ഞൊരു മറുപടി ഉണ്ട്.
ഞാൻ ലഅനായിട്ട് വന്നതല്ല, ഞാൻ ശപിക്കാൻ വേണ്ടി വന്നതല്ല. ഞാൻ അല്ലാഹ് എന്നെ അയച്ചത് കരുണയായിട്ടാണ്, ലോകത്തിന് കാരുണ്യമായിട്ട് വന്നതാണ്. ഞാൻ ഒരാളെയും ശപിക്കുകയില്ല. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുന്ന നബി, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സകല ലോകത്തിനും കാരുണ്യമായിട്ടല്ലാതെ നബിയെ നിങ്ങളെ നിയോഗിച്ചിട്ടില്ല. വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. ഹദീസുകൾ പരതുമ്പോ നബിയുടെ ശാപം എന്ന് പറയുന്ന രണ്ട് സംഗതികളാണ് നമ്മൾ കാണുന്നത്. ഒന്ന് പലിശയുമായി ബന്ധപ്പെട്ടതാണ്. അള്ളയും ശപിച്ചു, പ്രവാചകനും ശപിച്ചു. പലിശ എഴുതുന്നവനെ, അത് തിന്നുന്നവനെ, അത് തീറ്റുന്നവനെ. പിന്നെ വേറൊന്ന് കാണുന്നത് മദ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ്, അവനെ ശപിച്ചു എന്ന് കാണുന്നു. മറ്റൊന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് വസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുക, നബിയുടെ ഇഷ്ടഭാജനവും അരുമശിക്ഷനുമാണ്. എപ്പോഴും നബിയുടെ കൂടെയുള്ള മനുഷ്യനാണ്. സഹീഹ് ബുഖാരിയിൽ വന്ന ഹദീസാണ്. ഇബ്നു അബ്ബാസ് പറയാണ്, നബിയുടെ സദസ്സിലിരിക്കുമ്പോ റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്, അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാ, പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകളുടെ കോലം കെട്ടുന്നവരെ, വൽ മുതശബ്ബിഹാതി മിനൻ നിസാഇ ബിർറിജാൽ, സ്ത്രീകളിൽ നിന്ന് പുരുഷന്റെ കോലം കെട്ടുന്നവരെയും. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒക്കെ മാറി, നമ്മൾ അറിഞ്ഞില്ല. ഇപ്പൊ ഒരു ചെരുപ്പ് കടയിൽ പോയി നോക്ക്, അപ്പൊ അവര് പറയും ഇപ്പൊ ആണിന് പെണ്ണിന് അങ്ങനെയൊന്നുമില്ല, അപ്പൊ എല്ലാവരും ഒരു മാതിരി തന്നെയാണ്. ഒരു വാച്ച് വാങ്ങാൻ പോയി നോക്ക്, പണ്ടൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോ ലേഡീസ് വാച്ച് പ്രത്യേകം കൊടുക്കും, ഇപ്പൊ അങ്ങനല്ല, എല്ലാവർക്കും ഒരു വാച്ചാണ്. എവിടേത് കയറി വന്നത് നമ്മൾ അറിഞ്ഞില്ല. ചെറുതല്ല സംഗതി, ഭീകരമാണ്. ഒരു സംസ്കാരത്തിൽ നിന്ന് അറിയാതെ നമ്മൾ പടിയിറങ്ങിപ്പോയിട്ടുണ്ട്. ആരൊക്കെയോ നമ്മളെ കാന്തശക്തി പോലെ വലിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പരിണിത ഫലം ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ കടന്നു വരിക, മറ്റൊന്നുമല്ല. ആ സംഗതികൾ ഇങ്ങനെ വൽ മുതശബ്ബിഹാത്തി മിനൻ നിസാഇ ബിർറിജാൽ, ഒറ്റ ചെരുപ്പിട്ട് നടക്കുന്ന റസൂലുള്ളാഹി വിലക്കിയതാണ്. ദാരിദ്ര്യമുള്ള കാലാണ് കേട്ടോ. ഒരു സഹാബിയുടെ ഒരു ചെരുപ്പേ കിട്ടിയുള്ളൂ. എന്നിട്ട് ഇങ്ങനെ വന്നു. അപ്പൊ ആ മണലിന്റെ ഒരു ചെരുപ്പ് ഇല്ലാതെ നഗ്നമായ കാല്, ഒരു ചെരുപ്പ് ചവിട്ടിയിട്ട് ഇങ്ങനെ വരാം. അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇടുകയാണെങ്കിൽ രണ്ടെണ്ണം ഇടുക, അല്ലെങ്കിൽ ഒന്ന് ഊരിക്കളയുക. രണ്ടും നഗ്നായിട്ട് നടക്കണം. അതിന്ന് ഇസ്തിംബാത്ത് ചെയ്തിട്ട് നിയമങ്ങളുണ്ടായി അല്ലേ. പെട്ടെന്ന് കടന്നു വന്നില്ല നമ്മുടെ നാട്ടിൽ ഒറ്റ പാദസരം, 2 പാദസരമാണ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുക. പക്ഷെ അത് ഒരു ഫാഷനായി മാറി. കുട്ടികൾ പറഞ്ഞില്ല, നമ്മളും പറഞ്ഞില്ല. അവരെ കാലം നോക്കുമ്പോൾ ഒന്നുള്ളൂ, ഒന്നെവിടെ മോളെ, അത് ഊരി വെച്ചിട്ടാണ്, അത് അൽമറയിലുണ്ട്. അതെന്താ, അതിപ്പോ എല്ലാവരും അങ്ങനെയാണ്. അറിയാതെ വരുന്ന, ഇരച്ച് കയറുന്ന ഒരു സംസ്കാരത്തെ കൊന്ന് തിന്നുന്ന അല്ലെ, അതിന്റെ ഭാഗമായിട്ടാണ് വന്നത് മൈ ബോഡി ഈസ് മൈ ചോയ്സ്, എന്റെ ശരീരം എന്റെ അവകാശം. കുട്ടികൾ പറയാൻ തുടങ്ങിയില്ലേ, ഞാനെങ്ങനെ വേഷം ധരിക്കണം, അത് എനിക്ക് തൃപ്തമാണ്, എന്റെ തൃപ്തിയാണ്, അതിൽ മറ്റൊരാൾക്ക് കൈകടത്താൻ പാടില്ല. പക്ഷെ പരിശുദ്ധ ഖുർആന്റെ ആയത്താണ്, വമാ കാന ലിൽ മുഅ്മിനിൻ, മുഅ്മിനാണോ അല്ലെങ്കിൽ മുഅ്മിനത്താണോ അല്ലാഹ് ഒരു കാര്യം വിധിച്ചിട്ടുണ്ടെങ്കിൽ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, ആ കാര്യത്തിൽ പിന്നെ അവർക്ക് സ്വതന്ത്രമായ ഒരു അഭിപ്രായമില്ല കേട്ടോ. വമൻ യഅസില്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഒരാൾ ധിക്കരിച്ചാൽ ഫഖദ് ളല്ല ളലാലം മുബീനാ, വ്യക്തമായ വഴികേടിലേക്ക് അയാൾ കടന്നുപോയി. അഹ്സാബ് സൂറത്തിലെ 36-ാമത്തെ ആയത്താണ്. അഹ്സാബ് സൂറത്തിൽ പല തരത്തിലും പല രൂപത്തിലും ഈ ആയത്തുകൾ ഇങ്ങനെ കടന്നു വരിക. ഇതൊന്നും രണ്ടൊന്നും അല്ല, നമ്മളറിയാതെ എത്ര. പുരുഷന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ ഇറങ്ങരുത്, നിയമം വന്നില്ലേ ഇസ്ലാമിൽ. സൂക്ഷ്മത പാലിക്കാൻ, അഹങ്കാരമായിട്ട് നിങ്ങളെ വസ്ത്രങ്ങൾ താഴെ ഇറങ്ങരുത്, അത് നരകത്തിന്റെ വസ്ത്രമാണെന്ന് പരിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴോ നേരെ മാറിയില്ലേ. പെൺകുട്ടികളെ വസ്ത്രം ഞെരിയാണിക്ക് മേലെ, പാന്റ് തെരച്ച് ഇങ്ങനെ വെക്കുക കുട്ടികൾ. ഇതെന്താ, അതങ്ങനെയാണ് അല്ലെ. റസൂലുള്ളാഹിന്റെ കാലത്ത് അന്ന് പെണ്ണുങ്ങൾ വന്ന് നബിയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ, ഈ നിയമം ഞങ്ങൾക്ക് ബാധകമാണോ?
ഞങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളുടെ വസ്ത്രം നിലത്ത് വലിച്ചഴച്ച് നടക്കാറുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച്? നബി അത് അംഗീകരിക്കുക ചെയ്തത്. അങ്ങനെ വേണ്ടതെന്നാ പറഞ്ഞത്. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നൊരു സംഭവം കാണാം. അള്ളാഹിന്റെ റസൂലിന്റെ അടുത്തേക്ക് കടന്നു വരിക. ആരാ വരുന്നത്? അസ്മാ റളിയല്ലാഹു അൻഹ. ആരാ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകള് നബിയുടെ കുട്ടിക്കാലം മുതൽ, ഈ മകളുടെ കുട്ടിക്കാലം മുതൽ എപ്പോഴും നബിയുടെ അടുത്ത് വരുന്ന കുട്ടിയാ. ആ വന്ന വരവിൽ ഒരു ദിവസം വന്നത് എങ്ങനെയാ? ദഖലത അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ അടുത്ത് സിദ്ദീഖിന്റെ മകൾ അസ്മാ കടന്നു വന്നു. ഈ അസ്മാവിന്റെ ചരിത്രത്തിൽ വലിയ അത്ഭുതമായിട്ടുണ്ട്. ഹിജറയുടെ കാലത്തും ഹിജറയുടെ നേരത്തും നബിക്ക് ഭക്ഷണവും വെള്ളവും കൊണ്ടുപോയി കൊടുത്തിട്ട് അബ്ദലക്കില്ലാഹു വൽ ജന്നാനി താഖീൻ, അസ്മാ, അല്ലാഹ് സ്വർഗത്തിൽ നിനക്ക് 2 അരപ്പട്ട തരും അസ്മാ എന്ന് പറഞ്ഞ സംഭവമൊക്കെ കാണാം. അതൊക്കെ പിന്നീടാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ അസ്മ കുട്ടിക്കാലത്ത് തന്നെ നബിയുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവും. കുട്ടിയാകുമ്പോൾ നിയമം വേറെയാണ്. ഈ പറഞ്ഞ നിയമത്തൊന്നും ബാധകമല്ല. ഒരു കുട്ടി തലയിൽ മുണ്ടിടാതെ നടന്നു, അല്ലെ ഒരു കുട്ടി ഒരു ടീഷർട്ട് ഇട്ടു, അല്ലെ കുട്ടി ഒരു പാൻറ് ഇട്ടു, അതൊന്നും ഇസ്ലാമിൽ വലിയൊരു സബൂർമുഖത്തായി നമ്മൾ പറയുന്നില്ല, പറയാനും പാടില്ല. അതേ സമയത്ത് ആ കുട്ടി മാറുന്നൊരു രംഗമുണ്ടല്ലോ നമുക്കൊക്കെ. പ്രായമറിയിക്കുന്ന ഒരു ദിവസമുണ്ട്. മകൾ അടയാളപ്പെടുത്തുന്ന മേൽവിലാസം അടയാളപ്പെടുത്തുന്ന ഒരു ദിവസം. അപ്പൊ പറയാ റസൂലുള്ള പറയാ, വഅലൈഹ, ആയിഷ ബീവി പറയാണ്, വഅലൈഹ സിയാബുൻ റിഖാഖ്, നേരിയ ഒരു വസ്ത്രമാണ് അന്ന് അസ്മ ധരിച്ചിട്ടുള്ളത്. ഫഅറദ അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കണ്ടപാടെ നബി തിരിഞ്ഞു കളഞ്ഞു, അവിടുത്തെ മുഖം തിരിച്ചു. എന്നിട്ട് പറഞ്ഞു, വഖാല യാ അസ്മാ, മോളെ അസ്മാ, നിനക്കറിയുമോ, ഇന്നൽ മർഅത ഇദാ ബലഗത്തിൽ മഹീള്, ഇസ്ലാമിന്റെ നിയമം അതാട്ടോ. 18 വയസ്സല്ല ഇസ്ലാമിന്റെ നിയമം. ഇദാ ബലഗത്തിൽ മഹീള്, ഒരു പെണ്ണിന് ആർത്തവമായാൽ, കാരണം ഈ കുട്ടിക്ക് ആർത്തവമായി എന്നുള്ള വാർത്ത സിദ്ദീഖ് പറഞ്ഞിട്ടോ മറ്റോ റസൂലുള്ളാഹിക്ക് അറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രയോഗം. ഇന്നൽ മർഅത ഇദാ ബലഗത്തിൽ മഹീള്, ഒരു പെണ്ണിന് ആർത്തവമായാൽ, ലം തസ്ലുഹ് അൻ യുറാ മിൻഹാ ഇല്ലാ ഹാദാ വഹാദാ, വഅശാറ അൻ-നബിയ്യു ഇലാ വജ്ഹിഹി വകഫൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഖത്തേക്കും മുൻകൈയിലേക്കും ചൂണ്ടിയിട്ട് നബി പറഞ്ഞു, പ്രായപൂർത്തിയായ മോളെ, പിന്നെ മുഖവും മുൻകൈയും അല്ലാതെ വേറൊന്നും കാണാൻ പാടില്ല. ഈ നേരിയ വസ്ത്രം മാറ്റി വരണം എന്നാണ് അതിന്റെ അർത്ഥം. അവിടുന്ന് ഇങ്ങോട്ട് നിയമം തുടങ്ങി. നമുക്ക് ദീനിന്റെ നിയമമാണ് ഈ പറയുന്നത്. അവിടെയാണ് നമ്മൾ അറിയാതെ നമ്മുടെ വീടിന്റെ അകത്തളത്തിൽ ഇത് കയറിക്കൂടി എന്നുള്ളത് എത്ര ദുഃഖ സത്യമാണ്. നമ്മൾ പലതുമാണ്, ബുദ്ധിജീവികളാണ്, മേൽവിലാസമുള്ളവരാണ്, നാട്ടിലെ പ്രമാണിമാരാണ്, എല്ലാമാണ്. പക്ഷേ അകത്തളത്തിൽ ദീന് വട്ടപൂജ്യമാണ്. അവിടെയാണ് ഈ ആത്മപരിശോധന, ഈ ഒരു നിർവാഹം ഇത് വെച്ച് പുറം ലോകമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഓരോ പരീക്ഷണങ്ങളും ഒന്നിനു പുറകെ വരിക. കാലെവിടെത്തിയെന്നറിയാം. മുൻകൈയും മുഖവും മാത്രം മറിച്ചിറങ്ങുന്ന ഒരു പെണ്ണിനെ കുറിച്ച് പൊതുസമൂഹം പറയാന്നറിയാം. എന്താ അറിയാം? തീവ്രവാദിയാണ് ആ പെൺകുട്ടിന്ന്. തീവ്രവാദി അല്ലാതെ അങ്ങനെ എന്ത് വേണം? തോള് ഷാള് കൂടിട്ട്, പിന്നെ ഈ ഷാള് തോള് കൂടിട്ട് നടക്കണം. അപ്പോളെ അങ്ങനെ ആയിപ്പോയില്ലേ? മദ്യപിക്കാത്തൊരു ചെറുപ്പക്കാരനെ കുറിച്ച് ഇന്ന് പൊതുസിടത്തിന്റെ വൃത്തി എന്താ? ആള് കുറച്ച് ഭീകരനാന്നാ തോന്നുന്നത്. തീരെ മദ്യപിക്കണില്ല. എന്താ അതിങ്ങനെ എന്ന് പൊതുയിടം പറയുന്നിടത്തേക്ക് നാട്ടിന്റെ സംസ്കാരം കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഈ വാക്കിന്റെ ഗൗരവം. അയ്യക്കൂന, അവർക്ക് പിന്നെ ഉണ്ടാകാൻ പാടില്ല. ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. വളരെ വ്യക്തമായ. അതുകൊണ്ട് ആണിനും പെണ്ണിനും വേറെ വസ്ത്രമാണെന്ന് ഹദീസിൽ വന്നാൽ പിന്നെ അത് ഒന്നാക്കണമെന്ന് എന്തിനാ നമ്മൾ വാശി പിടിക്കുന്നത്? അള്ളാന്റെ റസൂലിന്റെ വചനാണത്. അത് ഓരോ കാലത്ത് അങ്ങനെ വന്നതല്ലേ, ഇപ്പൊന്നും അങ്ങനെ ആവൂല. അല്ല, ജീവിതത്തിൽ മാത്രമല്ല മരണത്തിൽ പോലും വേഷവിധാനം മാറ്റിയില്ലേ ഇസ്ലാം? ഒരു ഫർക്ക് ഉണ്ടാക്കിയില്ലേ? അത് വിവേചനമല്ല, അത് സുരക്ഷയുടെ ഭാഗമാണ്, അത് സംരക്ഷണമാണ്, അത് ഉൾക്കൊള്ളലാണ്.
അത് ഉൾച്ചേരലാണ്. അതുകൊണ്ടാ പുരുഷൻ മരിച്ചാൽ 3 വസ്ത്രത്തിൽ പൊതിയണം. 4മത്തൊന്ന് അനുവദനീയല്ലല്ലോ അല്ലേ? എൻ്റെ വാപ്പാക്ക് ഷോക്സ് നല്ല ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ഷോക്സും കൂടി എൻ്റെ വാപ്പ ഇട്ടോട്ടെ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു നിവൃത്തിയില്ല. അല്ലെങ്കിൽ വാപ്പാക്ക് ഈ വാച്ച് നല്ല ഇഷ്ടമായിരുന്നു, മൂപ്പരുതേട് വെട്ടിയെടുത്ത് പോയിക്കൊണ്ട് നടക്കൂല. ഇസ്ലാമിൽ അങ്ങനെ പാടില്ല എന്നാണ് നിയമം. അപ്പം ഞാൻ അങ്ങനെ എഴുതി വെച്ചാൽ തന്നെ അത് വേണ്ട. 3 വസ്ത്രം. ഇനി പെണ്ണാണെങ്കിലോ ഇളവല്ല, 5 വസ്ത്രം വരെ ആകാന്ന മദ്ഹബിന്റെ ഇമാമുകളൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ചിലർ 7 വസ്ത്രം വരെ പെണ്ണിനാകാമെന്നൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പുരുഷന് 3 വസ്ത്രമാണ്, പെണ്ണിന് 5 വസ്ത്രം എന്നാണ് കൂടുതൽ ഇജ്മാഅായി വന്ന അഭിപ്രായം. അതാണ്. അങ്ങനെ നോക്കുമ്പോൾ അവിടെയുണ്ട് ഈ വ്യത്യാസം. അല്ല, അവിടെയും ഞാൻ ഇതേമാതിരി ടീഷർട്ടും പാൻറ്റും മതിയെന്ന് ഒരു പെൺകുട്ടി വസിയത്ത് എഴുതി വെച്ച് പോണ്ട, കാലങ്ങട്ടാ പോണത്. അതുകൊണ്ട് ഇതിൻ്റെ ഭീകരത നമ്മൾ അറിയണം. അവിടെയാണ് ഈ പൊതുസമൂഹത്തിന്റെ വിമർശനങ്ങൾ. ഇത് ചുവട് പിടിച്ച് അല്ലെ, ഒരു വിവാഹത്തിന് നിങ്ങൾ പോയി നോക്കൂ, ഔറത്ത് മറച്ച പെണ്ണുങ്ങൾ എത്ര നമ്മൾ കല്യാണത്തിന് പോകണം? പരമാവധി ഒരു 10% 20% കാണാം. ബാക്കി എവിടെ ഇല്ല. മുൻകൈയും മുഖവും മാത്രം മറക്കുക, ഒഴിച്ചെല്ലാം മറക്കുക എന്നുള്ള ഒരു നിയമത്തോട് നീതി പുലർത്താൻ അസാധ്യമായ അല്ലെ മനസ്സ് തോന്നാണ്. ഇതിപ്പോ ഒക്കെപ്പാടെ മൂടി പൊതച്ച് ഇങ്ങനെ നടക്കും. ആ ഒരൊറ്റ തോന്നലോടുകൂടി ദീനിന് കൊടുത്ത സ്ഥാനം എന്ത് എന്നുള്ളത്. കാരണം എന്നല്ലേ നാളെ വിട പറയാണ്, ആരുടെ മണ്ണ് കിടക്കുക. എന്തോ ഒരു വൃത്തിയായിട്ടാ പൊതിയണെന്നറിയോ? പ്രിയപ്പെട്ടവനെ കണ്ണീരൊലിപ്പിച്ച്, പ്രിയപ്പെട്ടവൻ കരഞ്ഞ് അല്ലെ, വളരെ മനോഹരമായിട്ട്, ഒരു വിടവില്ലാതെ മനോഹരമായിട്ട് കൃത്യമായ അല്ലെ ആ ഔറത്തും അതിൻ്റെ വേഷവിധാനമൊക്കെ എത്ര മനോഹരമാണ്. അവസാനത്തെ യാത്രക്കൊരുങ്ങുന്ന മനുഷ്യൻ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധ്യമാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവിടെയാണ് ദീനിൻ്റെ ഈ നിയമങ്ങളുടെ പ്രാധാന്യവും അതിൻ്റെ പ്രത്യേകതയും എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധ്യമാകണം. അത് നമ്മളെ കുടുംബത്തിലുണ്ടാകണം, നമ്മളെ വീടകങ്ങളിലുണ്ടാകണം. അവിടുന്ന് തുടങ്ങണം ഇത്. എങ്കിൽ മാത്രമേ അള്ളാഹിൻ്റെ കാരുണ്യം, അവൻ്റെ റഹ്മത്ത്, അവൻ്റെ അനുഗ്രഹം ഒക്കെ നമുക്ക് കൂടെയുണ്ടാകൂ എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അള്ളാഹു നമ്മളെല്ലാവരെയും ദീനിൻ്റെ നിയമങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ, ഈമാനുള്ളവരുടെ കൂട്ടത്തിലാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.